റീന പിലക്കാട്ടാണേ. ഞാനിന്നുള്ളതേ നമ്മളെ മണ്ണൂർ മഹാശിവക്ഷേത്രത്തിലാണ്. ഇന്നിവിടെ ശിവരാത്രി മഹോത്സവം ആഘോഷിക്കുകയാണല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ അമ്പലത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ആ ഐതിഹ്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബോർഡ് ചെയർമാൻ കൂടിയായിട്ടുള്ള ട്രസ്റ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രദീപേട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഓക്കെ, വരൂ. ഞാൻ മണ്ണൂർ ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണുള്ളത്. വീഡിയോ തട്ടിമാറ്റി പോകരുതേ, മുഴുവൻ കേൾക്കണേ, മുഴുവൻ കാണണേ. എന്നാലേ അതിലൊരു ആ അമ്പലത്തെക്കുറിച്ചുള്ളൊരു കാര്യം പറയുന്നുണ്ട്, അത് കാണണേ. ആ അമ്പലത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് മഹാശിവരാത്രിയാണല്ലോ. അപ്പോൾ ഇവിടെ വിപുലമായിട്ട് ആഘോഷിക്കുന്നതാണ് വർഷം തോറും. എത്ര പേർക്ക് ഏകദേശം സദ്യ കൊടുക്കാറുണ്ട്? സദ്യ ഈ വർഷം നമ്മള് 6000-7000 ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉച്ചയ്ക്ക്. രാവിലെ അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് 6000-7000 ആളുകളെയാണ് പക്ഷെ ഈ ഇന്നത്തെ തിരക്ക് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് നമുക്ക് അതിഗംഭീരമായ തിരക്കാണ്. അപ്പൊ അതിനും കടക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ വൈകുന്നേരം നമുക്ക് സാധാരണഗതിയിൽ കാപ്പി, പുഴുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്നലെ തുടങ്ങിയ പരിപാടികളാണ്. ഇന്നലെ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സാംസ്കാരിക പരിപാടികളും അതുപോലെ തന്നെ ക്ഷേത്ര തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൂജാതി കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനം. അപ്പം വർഷത്തിലെ ഈ അമ്പലത്തിലെ ഏറ്റവും വലിയ ആഘോഷം എന്നുള്ളത് ശിവരാത്രി തന്നെയാണ്. അത് നമ്മുടെ മണ്ണൂര് തന്നെ ഏറ്റവും വലിയ ആഘോഷമായിട്ടാണ് നമ്മൾ അതിനെ കണ്ടിട്ടുള്ളത്. അപ്പോ ഈ അമ്പലത്തിലൊരു പ്രത്യേകതയുണ്ട്. നമ്മളെ കേരളത്തിലെ ആകെ എത്ര മഹാശിവക്ഷേത്രങ്ങളുണ്ട്? ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്ന 108 പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട 108 ശിവാലയങ്ങളിൽ അതില് പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണൂർ മഹാശിവക്ഷേത്രം. അത് പടിഞ്ഞാറ്. അതെ, ഇതിന്റെ പടിഞ്ഞാറ് വശത്തേക്ക് ആയിട്ടാണ് ഇതിന്റെ ശ്രീകോവിൽ ഇരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിൽ ആണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. ഏതാണ്ട് 4.5 ഏക്കർ സ്ഥലത്ത് ചുറ്റമ്പലവും അതുപോലെ തന്നെ ക്ഷേത്രക്കുളവും അടക്കം 4 ഏക്കർ സ്ഥലത്ത്. അതെ, സർക്കാരിന്റെ മലബാർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണ് ഇത് ഉള്ളത്. ഞങ്ങളൊക്കെ അതത് കാലത്ത് സർക്കാരുകൾ നോമിനേറ്റ് ചെയ്യപ്പെട്ട ട്രസ്റ്റി ബോർഡുകളുടെ ആണ് നമ്മൾ ഇതിന്റെ ഭരണ കൊണ്ടുവന്നത്. അതിനെ ചുറ്റിക്കൊണ്ട് നമ്മളെ സംരക്ഷണ സമിതിയും മാതൃസമിതിയും അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റികളും പ്രവർത്തിക്കുകയും ചെയ്യും. ആഘോഷങ്ങൾ വരുമ്പോൾ ആഘോഷ കമ്മിറ്റികളാണ് ആഘോഷങ്ങളും നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ നടത്തുന്നത്. കാരണം ഒരു പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലേക്ക് എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാകുന്നത് പോലെയുള്ള ഇവിടെ എല്ലാം ഒരുമിച്ച് എല്ലാവരും വ്യത്യസ്തമായ രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഞങ്ങളുടെ ഈ പരിപാടികൾ. അത് നിങ്ങൾ കണ്ടാൽ അറിയാം. ഇവിടുത്തെ കൂട്ടായ്മയാണ് പ്രധാനം. അപ്പോ ഞങ്ങൾക്ക് എല്ലാവരെയും സ്വീകരിക്കാനുള്ള മനസ്സുള്ള കമ്മിറ്റിയും സംരക്ഷണ സമിതിയും മാതൃസമിതിയുമാണ്. അതില് ആരൊക്കെ നമ്മൾ ക്ഷേത്ര കമ്മിറ്റിയുമായിട്ടോ അല്ലെ ആഘോഷങ്ങളുമായിട്ട് നമ്മളോട് കൂടുന്നു അവരെയൊക്കെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ വിജയമാണ് ഈ ശിവരാത്രി മഹോത്സവം എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതെ, ഈ അമ്പലം നിൽക്കുന്നത് തൂണുകളുടെ മേലെയാണെന്നാണ് പറയുന്നത്. അടിയില് ഒരു അറവാണിയാണ്. ഈ അറയിലെ തൂണിന്റെ മേലെയാണ് അമ്പലം നിൽക്കുന്നത്. കരിങ്കൽ തൂണിന്റെ മേലെയാണ് അമ്പലം നിൽക്കുന്നതാണ് പറയുന്നത്. ഞങ്ങളുടെ മുൻഗാമികള് ആ അറയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴും നമ്മളെ ഞങ്ങളുടെ കുറച്ച് മുൻഗാമികള് ഈ അമ്പലം തൊഴുന്നതിന്റെ അടിയിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. അല്ല, കിണറിലേക്കല്ല തന്നെ ഈ അമ്പലം നിൽക്കുന്നത് പിന്നെ കരിങ്കലിന്റെ കാലുകളുടെ മുകളിലാണെന്നാ പറയുന്നത്. അതെ, അത്രയും വിശിഷ്ടമായ ഒരു അമ്പലമാണെന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ അടിയിലേക്ക് നമ്മള് ഇപ്പം നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത് ശ്രീകോവിലിന്റെ ഉള്ളിൽ കൂടിയാണ് ഇറങ്ങുന്നത്. അപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇറങ്ങാൻ കഴിയില്ല. തിരുമേനിമാരാണ് അത് ഇറങ്ങുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം അത് തുറക്കാനുള്ള ഒരു കല്ലുണ്ട്. ആ കല്ല് തുറന്നിട്ട് നമ്മൾ ആൾക്കാരെ ഇറങ്ങി. ആ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കല്ലോട്ട് നമുക്ക് കറക്റ്റായിട്ട് അടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ ഒന്നും അവിടെ ഒരു മരത്തിന്റെ മൂടി വെച്ചിട്ട് അടച്ചിരിക്കുക. അത്രയും വിശിഷ്ടമായ ഒരു അമ്പലമാണ് നമ്മുടെ അടുത്ത സ്ഥലത്തൊന്നും ഇല്ലാത്ത. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇളനീർ ധാരയ്ക്കാണ്
പ്രത്യേകത. എന്നാൽ ശിവൻ യക്ഷയാഗം കഴിഞ്ഞ് വരുന്ന സമയത്ത് ആണോലെ ഇവിടുത്തെ പ്രതിഷ്ഠ നടക്കുന്നത്. അത് ഉച്ച സമയം ആയതുകൊണ്ടാണോലെ ഇളനീർ ധാര നടത്തുന്നത്. ഏറ്റവും വിശിഷ്ടമാണ് ഇവിടുത്തെ പൂജയിൽ ഇളനീർ ധാര. അത് കൂടാതെ യക്ഷയാഗം കഴിഞ്ഞു വന്നതുകൊണ്ട് ഏറ്റവും ഭൂഭിഷണായിട്ട് വരുന്നത് കൊണ്ട് അവരുടെ കോപം ശമിക്കാൻ വേണ്ടിയിട്ട് ശിവന്റെ വാമഭാഗത്ത് പാർവതിയെ, അത് കൂടാതെ ഇപ്പുറത്ത് ഇടതുഭാഗത്ത് വിഷ്ണുവിനെയും, അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും ശക്തിയായ ഒരു പ്രതിഷ്ഠയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് അനുഭവസ്ഥരുണ്ട്, നമ്മളെക്കാളും മുന്നിലുള്ള പല കാര്യങ്ങളിലും അനുഭവസ്ഥരുണ്ട്. അത് കൂടാതെ ഇവിടുത്തെ നന്ദി പറഞ്ഞാൽ ശിവന്റെ ഇതാണ് ഏറ്റവും പ്രാധാന്യമുള്ള നന്ദിയാണെന്നാണ് പറയുന്നത്, അനുഭവസ്ഥർ പറയുന്നത്. നന്ദിന്റെ പ്രതിഷ്ഠ എപ്പോഴും ഇവിടുത്തെ ഭക്തർ പറഞ്ഞത് ശിവന്റെ ആജ്ഞ കേൾക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന നന്ദിയാണെന്നാണ്. നന്ദിന്റെ മുഖം ശിവന്റെ അടുത്തേക്കാകുന്നു. നമുക്ക് ആ പ്രതിഷ്ഠ കണ്ടാൽ തന്നെ അറിയാം, വാല് ചുരുട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഓടാൻ നിൽക്കുന്ന ഒരു നന്ദിയാണ് എപ്പോഴും റെഡിയായിട്ട്. അതിന് അത്രയും നമ്മുടെ ഈ ദേശത്ത് ഏറ്റവും വിഖ്യാതമായ ഒരു ക്ഷേത്രമാണ്. ഇപ്പോഴും നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ തൂണുകളിൽ പോയാൽ വട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ 900 വർഷങ്ങൾക്ക് മുന്നേ ആണല്ലോ വട്ടെഴുത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ വഴക്കം എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അതൊക്കെ ഇപ്പൊ വന്ന ആളുകളാണ്. ഇത്രയാണ് ഇതിനെ പറ്റി പറയാൻ എനിക്ക് അറിയുന്നത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ കൂടുതൽ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ധരിപ്പിക്കാൻ കഴിഞ്ഞതില്ല, കേൾക്കാനും അത് മനസ്സിലാക്കാനും കഴിഞ്ഞ ഇത് ഒരു എനിക്ക് തോന്നുന്നു ഇത് അധികം ആളുകൾക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്. അപ്പൊ ഇത് ജനങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ട് അപ്പൊ ഈ ഒരു എന്താ പറയാ അറയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മള് തിരുവനന്തപുരത്തെ അതെ അത് ഇതും താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഇതിലേക്കാണല്ലോ വരുന്നത്. എന്തായാലും ഇത്രയും വലിയ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് ഒരു അഭിമാനമുണ്ട്, അത് അറിയിക്കാനുണ്ട്. മഹോത്സവം എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിലെ ഒരു ഉത്സവമായിട്ടാണ് മണ്ണൂർ ശിവരാത്രി ശിവക്ഷേത്രത്തിൽ നടത്തിപ്പോരാറുള്ളത്. കുറെ വർഷങ്ങളായിട്ട് ഈ ദിവസങ്ങളിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ നാട്ടിലെത്തിപ്പെടും, കൂടാനെത്തിപ്പെടും. എന്റെ മാതിരി തന്നെ വെളിയിലുള്ള പല ആളുകളും അങ്ങനെ വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് ഇത്രയും വലിയൊരു തിരക്കുള്ള ഒരു സംഭവമായിട്ട് മാറുന്നത്. ശിവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. നിങ്ങൾ എത്ര ദിവസമായി ഇവിടെ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട്? 2 ദിവസമായി. ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെയാണോ? ആണല്ലേ. അപ്പൊ മെമ്പറും കൂടിയല്ലേ? അപ്പൊ എങ്ങനെ ഇതിന് സമയം കണ്ടെത്തി? ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വിളമ്പാൻ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുതലാണോ വരാൻ തുടങ്ങിയത്? അപ്പൊ നിങ്ങളൊരു ടീമാണോ? ആണോ? അതെ, ഞങ്ങൾ 10-30 ലേഡീസ് ഉണ്ട്. അപ്പൊ ഇതൊരു സംതൃപ്തിയാണോ? ഇതിങ്ങനെ വന്ന് സന്തോഷാണ് എല്ലാരും. ഇന്നത്തെ ശിവരാത്രിനെ കുറിച്ച് എന്താ പറയുക? രാത്രി നല്ല രീതിയിൽ പോന്നു. അവരെ തൊട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ രാത്രി 1:30-2 മണി വരെ ഇത് തുടരും. എല്ലാവരും നല്ല തിരക്കായിരുന്നു. പൊതുവിൽ എല്ലാ കൊല്ലത്തിനെക്കാട്ടിലും നല്ല രീതിയിൽ തിരക്കും ഭക്തിയും അനുഭവപ്പെട്ടു. പൂജകള് കഴിഞ്ഞോ? ഇനി ഇന്നത്തെ പൂജകൾ ഇപ്പൊ ശിവരാത്രി പൂജ 5 പൂജയാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അതിന് രാത്രി 1 മണി 1 മണി രാത്രി ശനിബുധവലി വിളക്കെഴുന്നേൽപ്പുണ്ട്. അതോടുകൂടി 1:30-2 മണിയോടുകൂടി എല്ലാം കഴിയും. 2 മണി വരെ പൂജ ഉണ്ടാവും അല്ലേ? 2 മണി വരെ ഏതാണ്ട് പൂജകളൊക്കെ. ഭക്തർക്ക് എത്ര മണി വരെ ഇവിടെ കയറാൻ പറ്റും? പൂജ എല്ലാം കഴിയുന്നവരെ ഭക്തർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. മന്ത്രി വരുമ്പോക്കെ പൂജന്റെ ഇടയിലൊക്കെ ത്രൂ ആയിട്ട് 1:30-2 മണി വരെ ഉണ്ടാവും അല്ലേ? നന്നായി.